ഗാസയിലെ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്ന സാഹചര്യമാണ്. ഈ അവസരത്തിൽ ഇറ്റലിയിലെ റിമിനിയിൽ നടക്കുന്ന മനുഷ്യ സൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജെറുസലേമിന്റെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബത്തിസ്ത പിറ്റ്സ്ബെല്ല വിശുദ്ധ നാട്ടിൽ അനുരഞ്ജന സംഭാഷണം തുടരേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയ തലത്തിൽ ഉന്നതമായ സംഭാഷണങ്ങൾ ഇനിയും പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇവിടെ സംഭാഷണങ്ങൾ അവസാനിക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം ജനങ്ങൾ ഇപ്പോഴും സമാധാനത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നതിനെക്കുറിച്ചാണ് പരാമർശിച്ചത്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഏറെ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് സമാധാനം കൈവരിക്കാൻ അനിവാര്യമായത് വെടിനിർത്തലിനുള്ള ചർച്ചകളും അതിനുള്ള പരിശ്രമങ്ങളുമാണ് എന്ന് കർദിനാൾ പിയർ ബത്തിസ്ത പിറ്റ്സ്ബെല്ല പറഞ്ഞു. ഇറ്റലിയിലെ റിമിനിയിൽ നടക്കുന്ന മനുഷ്യ സൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയതാണ് ജെറുസലേമിന്റെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിറ്റ്സ്ബെല്ല. തദവസരത്തിൽ വത്തിക്കാൻ മാധ്യമത്തിന് അനുവദിച്ച ഒരു കൂടിക്കാഴ്ചയിലാണ് അനുരഞ്ജനത്തിന്റെ ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത കർദിനാൾ അടിവരയിട്ട് പറഞ്ഞത്. സൈനിക മുന്നേറ്റം തടഞ്ഞുകൊണ്ട് സ്ഥാപന തലത്തിൽ രാഷ്ട്രീയ മത നേതാക്കന്മാർ പരസ്പര വിശ്വാസം വളർത്തിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ തുടരണമെന്നും നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ജനങ്ങൾ ഇപ്പോഴും സമാധാനത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നുവെന്നും ഈ പ്രത്യാശ മനുഷ്യകണ്ണുകളിൽ ദർശിക്കാൻ സാധിക്കാത്തത് ആത്മാവിന്റെ മിഴികളാൽ ദർശിക്കാൻ സാധിക്കുമെന്ന ഉറപ്പാണെന്നും കർദിനാൾ പറഞ്ഞു. ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് കത്തോലിക്ക സഭ നൽകുന്ന നിസ്വാർത്ഥമായ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാധാനം എന്നത് ഒരു സംസ്കാരം തന്നെയാണ്. അങ്ങനെ ആയതിനാൽ എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഈ സമാധാന സ്ഥാപനത്തിനായി സംഭാവന നൽകാൻ സാധിക്കുമെന്നും ഇത് എല്ലാ ജനതയുടെയും പ്രതിബദ്ധതയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വെറുപ്പിന്റെയും അവിശ്വാസത്തിന്റെയും അഗാധമായ അവഹേളനത്തിന്റെയും നാടകഭൂമിയായ മധ്യപൂർവേഷ്യയിൽ ഈ മനോഭാവങ്ങളെയൊക്കെ അതിജീവിക്കാൻ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് കർദിനാൾ പറയുന്നു. രാഷ്ട്രീയ തലത്തിൽ ഉന്നതമായ സംഭാഷണങ്ങൾ ഇനിയും പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആട്ടിയോടിക്കപ്പെടുന്നവന്റെ, അഭയാർത്ഥിയുടെ, എല്ലാം നഷ്ടപ്പെട്ടവന്റെ ജീവിതത്തിന്റെ കഥയാണ് ജൂതചരിത്രം. സമാനതകളില്ലാത്ത ക്രൂരതകളാണ് ചരിത്രത്തിൽ ജൂതർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. മറ്റൊരു സമൂഹവും നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഉന്മൂലനങ്ങളും വേട്ടയാടലുകളും അതിജീവിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. ഒരു ദുരന്ത ചരിത്രത്തിന്റെ ഓർമ്മകളിലേക്കാണ് അത്തരം സംഭവങ്ങൾ നമ്മെ എത്തിക്കുന്നത്. ഏത് തരത്തിലുമുള്ള വംശീയമായ അതിക്രമവും മനുഷ്യ സംസ്കാരത്തിന് നേരെ കടുത്ത വെല്ലുവിളികൾ തന്നെയാണ് ഉയർത്തുന്നത്. ഭാരതം എന്നും ഇസ്രയേലി ജനതയ്ക്കൊപ്പമാണ്. നാം ഭാരതീയരും ഇസ്രയേലി ജനതയും നേരിടുന്നത് ഒരേ മത തീവ്രവാദത്തെയാണ്. അതിർത്തി കടന്നെത്തുന്ന ഇസ്ലാമിക തീവ്രവാദം അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. ഓരോ ഇസ്രായേലിയും വാഗ്ദത്ത ഭൂമിക്കായി മരിക്കാൻ പോലും തയ്യാറാണ്. നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഈ പോരാട്ടത്തിൽ അവർ പരാജയപ്പെട്ടാൽ വീണ്ടും അഭയാർത്ഥികളായി ലോകം മുഴുവൻ അലയേണ്ടി വരും. അവർക്കൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ കടമയാണ്. ആ ജനതയുടെ പോരാട്ടം അത് നമുക്ക് മാതൃകയാണ്. ഇന്നവർ ആക്രമിക്കുന്നത് ഇസ്രയേലിനെ ആണെങ്കിൽ നാളെ ഭാരതത്തെയാണ് അവർ ലക്ഷ്യമിടുക എന്ന ഓർമ്മ ഓരോ ഭാരതീയനും വേണം. ന്യൂസ് ഡെസ്ക് കർമാനസ്.